ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നൊരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് അതും നല്ല രുചിയിൽ എങ്ങനൊരു കൊഞ്ച് റോസ്റ്റ് നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, ഒരു തക്കാളി, 2 തണ്ട് കറിവേപ്പില, കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു നാരങ്ങ, ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നല്ലതുപോലെ ചതച്ചത്, ഒരു 4-5 പച്ചമുളക്. ഇത് 1/2 കിലോ കൊഞ്ച് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തതാണ്. നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും ഇതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം. നമ്മുടെ വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ചിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുമിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1-2 സ്പൂണ് നാരങ്ങാനീരൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടെ ഇളക്കി നമുക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ കൊഞ്ചിട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച മുഴുവൻ കൊഞ്ചും നമുക്ക് ഈ എണ്ണയിലേക്ക് ഇടാം. അപ്പം നമ്മുടെ മുഴുവൻ കൊഞ്ചും നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കൊഞ്ച് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാം കുറച്ച് മതി. നമ്മൾ നേരത്തെ എല്ലാ പൊടികളും ചേർത്താണ് നമ്മുടെ കൊഞ്ച് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നല്ലതുപോലെ വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കൊഞ്ചിട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങാക്കൊത്തൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ നല്ല രുചികരമായ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം എല്ലാവരും ഇനി കൊഞ്ച് കിട്ടുമ്പോൾ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.